സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ ഇതൊരു ഗാംബ്ലിംഗ് ആയിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ട് കാര്യമില്ല. ഗാംബ്ലിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഇല്ല എന്ന് പറയുന്നില്ല. നമ്മളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുന്നതിന് ഏത് തിരഞ്ഞെടുക്കണമെന്ന് ആദ്യം നമ്മൾ നോക്കണം. ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നമ്മൾക്ക് വേണ്ടത്, അതല്ല സ്വിംഗ് ട്രേഡാണോ, ഡെയിലി ട്രേഡാണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. 10 വാങ്ങിച്ചാൽ 10 പ്രോഫിറ്റ് ആവണമെന്നില്ല. അതിൽ 2 ചിലപ്പോൾ പോവാം. പക്ഷേ എന്നാലും അതിന് ഈ ഫണ്ടമെൻ്റലി ബെസ്റ്റ് ആണെങ്കിൽ നമ്മൾക്കത് കീപ്പ് ചെയ്യാൻ പറ്റും. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാം. അല്ല, ഞാനിതിൽ ഈ സെല്ലിങ് ഒഴിച്ചെല്ലാം ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലിങ് ഒഴിച്ച് ഇപ്പോൾ മൂന്ന് സെക്ഷൻസ് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ഇൻവോൾവ് ആവുമായിരിക്കും നല്ലത്. നമ്മളെല്ലാത്തിലും ചാടിക്കൊണ്ടിരിക്കുന്നതല്ല അതിൽ നല്ലത്. നമ്മളുടെ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിന് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷേ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഒരു ഐഡിയയില്ല. ഇപ്പോൾ ഒരു CA കഴിഞ്ഞ ആൾക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഈ ഷെയർ മാർക്കറ്റിൽ ചെയ്ത് അവർ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബോംബെയിലൊക്കെ നമ്മൾ പറയണത് കേൾക്കുന്നത് ഈ ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷക്കാർ ഇവരുടെ കയ്യിൽ വരെ ഷെയർ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെ 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് 25 കോടി കിട്ടണമെന്ന് നോക്കിയിട്ടാണ് നമ്മളിരിക്കുന്നത്. അല്ല, ജേണി പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിരുന്ന ബിസിനസ്സുകളൊക്കെ പലതായിരുന്നു. ഇപ്പോൾ ഷെയർ ട്രേഡിങ് കോൺസെൻട്രേറ്റ് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ഷെയർ ട്രേഡിംഗ് അല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്. തുടക്കത്തിൽ ഞാൻ അറിയാതെ ചെന്ന് ചാടുകയാണ് ചെയ്തത്. അതല്ല ഇതിൻ്റെ ശരി. ഇപ്പം എനിക്ക് മനസ്സിലായി, ഇത് പഠിച്ച് ചെയ്താൽ ഇത് ശരിക്കും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അതിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ കുറച്ച് നമ്മൾ ഫണ്ടമെൻ്റലി നല്ല ഷെയർസ് എടുത്ത് വെച്ചാൽ നമ്മൾക്ക് എന്തായാലും അതിൽ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യാം. സ്വിംഗ് ട്രേഡ് ചെയ്തിട്ട് നമ്മൾക്ക് കുറേശ്ശെ ലാഭം അതിൽ നിന്ന് എന്തായാലും ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡെയിലി ട്രേഡിംഗ് ഉണ്ട്. ഡെയിലി ട്രേഡിംഗ് കുറച്ചും കൂടെ അഗ്രസീവായിരിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ അത് ശരിയാവില്ല. അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോയാൽ മതി. നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങും മറ്റേ ഫണ്ടമെൻ്റൽ ഷെയർ വാങ്ങിച്ച് നമ്മളുടെ ഒരു അസറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതിലുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റലി നമ്മൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റേ ഡിവിഡൻറ്റ് കിട്ടും, റൈറ്റ്സ് കിട്ടും, ബോണസ് കിട്ടും. ഇതൊക്കെ അഡ്വാൻറ്റേജ് അല്ലേ? അപ്പോൾ പണ്ട് നമ്മളങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. നമ്മളുടെ ആളുകളൊക്കെ ചെയ്തിരുന്നത് വല്ല സ്ഥലം വാങ്ങിക്കുക, അങ്ങനെ കുറച്ച് പൈസ ചിലവാക്കുക, അത് വിൽക്കുക എന്നുള്ളതാണ്. അന്ന് ഞാൻ കുറച്ച് നാൾ ഈ പറഞ്ഞ മാതിരി റിയൽ എസ്റ്റേറ്റും ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ എനിക്കതിലെന്തോ അത്ര താല്പര്യം തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവരും ചെയ്യുന്നൊരു ബിസിനസ് ചെയ്ത് ഒരു ഇത് എനിക്ക് തോന്നിയിരുന്നില്ല. ഇതങ്ങനെയല്ല. അതിന് നമ്മളുടേതായ ഒരു എഫർട്ടും നമ്മൾക്ക് കുറച്ച് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത് പിന്നെ ഈ വലിയ കമ്പനികളുടെ പ്രവർത്തനം എന്താണ്, അവരെങ്ങനെയാണ് ഇതൊക്കെ നടത്തുന്നത്, അതിൽ നമ്മളൊരു ഭാഗഭാക്കാവുകയാണല്ലോ ഇതിൽ. അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ ഇതൊരു ഗാംബ്ലിംഗ് ആയിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ട് കാര്യമില്ല. ഗാംബ്ലിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഇല്ല എന്ന് പറയുന്നില്ല. നമ്മളിപ്പോൾ ഈ ഓപ്ഷൻസ് നമ്മളെടുത്താൽ ചെറിയൊരു ഗാംബ്ലിംഗ് ആണത്, അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ കുറച്ചൊന്ന് ബേസിക്സൊക്കെ ഒന്ന് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഗാംബ്ലിംഗ് എന്നുള്ള ഒരു വാക്ക് ഇതിൽ പറയാൻ പറ്റില്ല. നമ്മൾ സ്വിങ്ങിലാണ് ചെയ്യുന്നത്, അതിനാണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ സ്വിങ് ചെയ്താൽ മതിയല്ലോ. സ്വിങ്ങിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും അതിന് $1 മില്യൺ പോലുള്ള ഒരു ബാക്കപ്പും കൂടെ ഉണ്ടെങ്കിൽ അവർ നമ്മൾക്ക് അതിൻ്റെ ഇത് തരുന്നുണ്ട്. വാങ്ങിക്കേണ്ട സമയം പറയുന്നുണ്ട്, സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കണമെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ നമ്മൾ ടാർഗറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അത് ചെയ്യുന്നത്? പിന്നെ ഇതിനൊന്നും സമയമില്ലാത്ത ആൾക്കാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യലാണ് ശരിക്കും നമ്മളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുന്നതിന് ഏത് തിരഞ്ഞെടുക്കണമെന്ന് ആദ്യം നമ്മൾ നോക്കണം. ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നമ്മൾക്ക് വേണ്ടത്, അതല്ല സ്വിംഗ് ട്രേഡാണോ, ഡെയിലി ട്രേഡാണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ നമ്മളൊരു പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യാനുള്ളത്, ഒരു ഷെയർ വാങ്ങിച്ചാൽ ഒരു ടൈപ്പ് ഷെയർസ് കൂടുതൽ മേടിക്കാതിരിക്കുക.
ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ് അവർ പറയുന്നതും പഠിപ്പിക്കുന്നതും. ഇപ്പോൾ മില്യൺ ഡോട്ട്സ് ആയാലും പറയുന്നത് അതാണ്. എല്ലാതും കൂടെ ഒന്നിച്ചാക്കിയിട്ട് ചെയ്യലല്ലോ. പല ഇതുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, അതേമാതിരി മറ്റേ IT, മറ്റേ അങ്ങനെ പെട്രോളിയം, അങ്ങനെ എല്ലാ പല സെക്ടേഴ്സിലുള്ള ഷെയർസ് നമ്മൾ വാങ്ങിക്കുക. ഒറ്റ സെക്ടർ ഒരിക്കലും മേടിക്കാതിരിക്കുക. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഫ്രണ്ടുണ്ട്, RVNL 130 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 650 രൂപ വരെ പോയിട്ടും അയാൾ വിറ്റിട്ടില്ല. അങ്ങനത്തെ ഫണ്ടമെൻ്റലി മാത്രം വാങ്ങിച്ചിടുന്ന ഒരു 10 ഷെയർ വാങ്ങിച്ചിട്ടുണ്ട് അയാൾ. അതിൽ ചിലത് ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ 10 വാങ്ങിച്ചാൽ 10 പ്രോഫിറ്റ് ആവണമെന്നില്ല, അതിൽ 2 ചിലപ്പോൾ പോവാം. പക്ഷേ എന്നാലും അതിന് ഈ ഫണ്ടമെൻ്റലി ബെസ്റ്റ് ആണെങ്കിൽ നമ്മൾക്കത് കീപ്പ് ചെയ്യാൻ പറ്റും. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാം. ഒരു 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഫേസ് വാല്യൂ ഈ 10 രൂപയുടെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയോ ആയിട്ട് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഷെയറിൻ്റെ നമ്പർ കൂടുന്നു. അപ്പോൾ അതേപോലെ ഡിവിഡൻഡ് കിട്ടുന്നു, ബോണസ് കിട്ടുന്നു. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ബെനിഫിറ്റ് തന്നെയല്ലേ ഉണ്ടാക്കുള്ളൂ. ഞങ്ങൾക്ക് ഫാമിലിയിലൊരു ഗ്രൂപ്പുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ, മകൻ, വൈഫ്, സണ്ണിനിലോ, മകള്, അങ്ങനെ മാത്രം. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് അയച്ച ആ സമയത്ത് തന്നെ ഞാൻ അവർക്കും അയച്ചിരുന്നു. അപ്പോൾ അവർക്കിത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. ഇത് കൂടാതെ തന്നെ ഞാനതിലന്ന് 6 months ആയപ്പോഴാണ് ഞാനതിൻ്റെ PNL ഇട്ടത്. PNL ഇട്ടു. അപ്പോൾ അവർക്ക് ഞാൻ അതിൻ്റെ ROI അടക്കം കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാവരും ഇമ്പ്രസ്ഡായി. അവർക്ക് ആദ്യമേ അറിയാം ഞാനിത് പരിപാടി ഉണ്ടെന്നുള്ളത്. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവർ ഒരു അക്കൗണ്ടും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മക്കളൊക്കെ. എന്നിട്ട് NRI ആയതുകൊണ്ട് വൈഫിൻ്റെ പേരിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്നിട്ടിപ്പോൾ വൈഫാണ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതെ, ട്രേഡ് ഞാനാണ് അസിസ്റ്റ് ചെയ്യുന്നത്. അതെ, അപ്പോൾ അക്കൗണ്ട് കൂടുതലുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പ്രായത്തും അത് മക്കളൊക്കെ പറയും. ഞാനിങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേ അതേപോലെ എപ്പോഴും വാപ്പ ഇങ്ങനെ വാപ്പ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇങ്ങനെ വാപ്പ അതേ ഫോണിലാണ് അതാണ്. അപ്പോൾ പറയും ഉമ്മ അത് നല്ലതല്ലേ, ഈ പ്രായത്തും വാപ്പ അങ്ങനെ പഠിക്കാനുള്ളൊരിത് വാപ്പ കാണിക്കുന്നത് അത് നല്ലൊരു ക്വാളിറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞ് മക്കളും അത് ഭയങ്കര അതൊരു ഇത് തന്നെയാണ്. അത്ര ഏജിലും അങ്ങനെ തീർച്ചയായിട്ടും വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ചുകൂടെ വിദ്യാഭ്യാസമുണ്ട്. പിന്നെ മറ്റേ എൻ്റെ മകൻ്റെ ഭാര്യ CMA കഴിഞ്ഞ ആളാണ്, MBA കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടെ അവയർനെസ് ഉണ്ട് ഷെയറിനെ കുറിച്ച്. അപ്പോൾ അവളോട് പറഞ്ഞപ്പോഴും അവളും അതിന് താല്പര്യമുണ്ട്. അപ്പോൾ അവരും അതിന് ഫണ്ട് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇനി ഇങ്ങനെ പറ്റില്ല, നമ്മളെന്തായാലും ഷെയറിൽ ഇൻവോൾവ് ആവാതെ പറ്റില്ല. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുറച്ച് ഫണ്ടമെൻ്റലി ബെസ്റ്റ് ഷെയർസ് നോക്കി വാങ്ങിക്കുക, അത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കണമെന്നില്ല, അവിടെ ഇരിക്കട്ടെ, എന്ത് വരുന്നുള്ളത് അറിയാലോ. അങ്ങനെ പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അവരെന്നിട്ട് ചിലപ്പോൾ ഇടയ്ക്ക് ചില ഷെയർസിൻ്റെ പേര് പറയും, അതൊന്ന് നോക്ക്, ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ അതിൻ്റെ ഫണ്ടമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയും. അതിന് ഇത്ര വലിയ ആവുകയാണെങ്കിൽ വാങ്ങിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലും ഒരെണ്ണം തന്നിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ ഡെയിലി കയറിക്കൊണ്ടിരിക്കുക ഷെയർ. ഈ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടായപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു, അത് കഴിഞ്ഞിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വിലയിൽ നമ്മൾ വാങ്ങിക്കണ്ട, ഒരു പ്രൈസ് ഉണ്ട് ഇപ്പോൾ 800 സംതിങ് ആയി, അതൊരു 700-ൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് സ്വിങ്ങിന് ഇടാൻ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാനിതിൽ ഈ സെല്ലിങ് ഒഴിച്ചെല്ലാം ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലിങ് ഒഴിച്ച് ഇപ്പോൾ മൂന്ന് സെക്ഷൻസ് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ഇൻവോൾവ് ആവുമായിരിക്കും നല്ലത്. നമ്മളെല്ലാത്തിലും ചാടിക്കൊണ്ടിരിക്കുന്നതല്ല അതിൽ നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡെയിലി ട്രേഡിങ്ങിൽ അതിനൊരു അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ നമ്മൾ ചെയ്യുന്ന ഒരു എഫർട്ടിന് അത് ഗുണമുണ്ടായാലും ദോഷമായാലും അത് നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മൾക്ക് ഒരു ത്രില്ലുള്ളത്. ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ഒരു ഷെയർ വാങ്ങിച്ച് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ഇട്ടാൽ അതിലത്ര വലിയൊരു ത്രില്ലില്ല. അതേ സമയത്ത് മറ്റേ സ്വിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ, സ്വിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇതുണ്ട്. അതാണ് അതിൻ്റെ ഒരു മാറ്റം. അപ്പോൾ അതിൽ കുറച്ചും കൂടെ നമ്മൾക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കുക. പക്ഷേ ഈ ഡെയിലി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും അഗ്രസീവായിരിക്കണം, അല്ലാതെ നമ്മൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല, ഒരിക്കലും ശരിയാവില്ല. അതാണ് എൻ്റെ ഒരു വ്യൂ. നമ്മളുടെ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിന് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ നമ്മളെ
ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷേ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഒരു ഐഡിയയില്ല. ഇപ്പോൾ ഒരു CA കഴിഞ്ഞ ആൾക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഈ ഷെയർ മാർക്കറ്റിൽ ചെയ്ത് അവർ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടെന്ന്. കാരണം അവർ ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല. അവരിപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ പോകുന്നത്. ഇപ്പോൾ ഒരു BCom കഴിഞ്ഞ ഒരാൾ, അയാൾക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റി എന്തറിയും? ബേസിക്സ് ഒന്നും അറിയില്ല. എനിക്കൊരു അഭിപ്രായം ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മില്യൺ ഡോട്ട്സ് നിങ്ങൾ ഈ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഒരു 12ാം ക്ലാസ് കഴിയുന്ന കുട്ടികളെ ശരിക്ക് അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് കുറേ നല്ല സ്കൂളുകളായിട്ടൊരു ടൈപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു കോഴ്സ് തന്നെ അതിന് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയിലൊരു അവയർനെസ് ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ നമ്മളുടെ ലഹരി വിരുദ്ധ ഒരു സംവിധാനത്തിലേക്ക് വരെ അതിന് സൗകര്യം കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പിള്ളേർക്ക് എല്ലാവർക്കും ആഗ്രഹം പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണല്ലോ. അതാണല്ലോ നമ്മളുടെ എയിം. അല്ലാതെ പൈസ കളയണമെന്ന് ആർക്കും ഇല്ല. ഇന്നിപ്പോൾ പോക്കറ്റ് മണി കിട്ടാത്ത കുട്ടികളില്ല. അപ്പോൾ അവരുടെ പോക്കറ്റ് മണിയെ എങ്ങനെ നമ്മൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതൊന്ന് പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ലഹരി വിരുദ്ധ ഒരു പരിപാടിയായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. മില്യൺ ഡോട്ട്സിന് അതിൽ നല്ലോണം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ സ്കൂളുകൾ ഒക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുത്തെ ആദ്യം തന്നെ ടീച്ചർമാരെയും മാഷന്മാരെയും ആദ്യം പഠിപ്പിക്കേണ്ടി വരും ഷെയർ എന്താണെന്നുള്ളത്. അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അതൊരു ശരിക്കും അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടിത് ബൂം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബോംബെയിലൊക്കെ നമ്മൾ പറയണത് കേൾക്കുന്നത് ഈ ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷക്കാർ ഇവരുടെ കയ്യിൽ വരെ ഷെയർ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെ 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് 25 കോടി കിട്ടണമെന്ന് നോക്കിയിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാനും കൂടെ ഈ ഓട്ടോറിക്ഷക്കാരെ പോലത്തെ ചെറിയ വരുമാനക്കാരെ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർക്ക് കുറച്ചൊരു അവയർനെസ് കൊടുത്താൽ അവർ കുറേ പൈസ ഉണ്ടാക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ട്രേഡിങ് പോസിബിളാണോ എന്ന് വെച്ചാൽ ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും പോസിബിളാണ്. താല്പര്യം തീർച്ചയായിട്ടും വേണം. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും ചെറിയ എമൗണ്ടേ വേണ്ടതിന് ക്യാപിറ്റലായിട്ട്. നമ്മൾക്ക് ക്യാപിറ്റൽ എത്ര കൂട്ടാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് കൂടും. നമ്മൾ കുറച്ച് ക്യാപിറ്റലുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കിട്ടുള്ളൂ. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. നമ്മൾക്ക് ഇതിന് ഫുൾ ടൈം ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. നമ്മൾക്കൊരു ഷെയർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ നമ്മൾക്കതിൽ ചെയ്തു വയ്ക്കാൻ പറ്റും. അതിൻ്റെ ടൈമാകുമ്പോൾ അത് ഷെയർ അതിൽ വന്നോളും, നമ്മളുടെ ഇതിൽ വന്നോളും. പണ്ടത്തെ പോലെയുള്ള ബുദ്ധിമുട്ടുകളില്ല. നമ്മൾക്ക് ഇപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ, പിന്നെ അതേമാതിരി ഇപ്പോൾ നമ്മളുടെ ഈ ലിക്വിഡിറ്റി, നമ്മളൊരു സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ലിക്വിഡിറ്റി ഉള്ളത് എന്ന് നമ്മൾക്ക് തിരിച്ചു കൊടുത്ത് അതിന് കാശ് കിട്ടും. ഇതിലിപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾക്ക് എമർജൻസി ആയിട്ട് ഒരു 5 ലക്ഷം വേണം. നമ്മൾ 10 ലക്ഷം ഇട്ടുണ്ട്, 5 ലക്ഷം എടുക്കണം. 3 ദിവസം കൊണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് കാശ് കിട്ടില്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അത്രയും സൗകര്യമുള്ള ലിക്വിഡിറ്റി ഉള്ള ഒരു ബിസിനസ് ഏതാ ഉള്ളത്? ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ശരിയായി വരണം എന്നുണ്ടെങ്കിൽ എത്ര കാലം അതിന് കാത്തിരിക്കണം? എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെല്ലാം എക്സ്പെൻസ്, എന്തെല്ലാം നോക്കാനുണ്ട്. ഇത് നമ്മൾക്ക് നല്ല രീതിയിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി അവരുടെ ടാക്സ് കൊടുത്ത് ശരിയായ രീതിയിലുള്ളൊരു ബിസിനസ്സല്ല നമ്മൾ ചെയ്യുന്നത്. അതിന് ഇത്രയും സൗകര്യം എനിക്ക് തോന്നുന്നു അതേമാതിരി എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ് വേറെ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. അതും നമ്മളുടെ സൗകര്യത്തിന്, നമ്മളുടെ വീടിൻ്റെ സൗകര്യത്തിന്, നമ്മുടെ വീട്ടിലിരുന്നിട്ട് ചെയ്യാവുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതെ, നമ്മളാണ് ബോസ്. അതെ. അല്ല, അതിനുള്ള പിന്നെ വേറൊരു പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മളുടെ പേരിലൊരു ഷെയർ ഉണ്ടെന്ന് വയ്ക്കുക. ഈ ഷെയർ നമ്മളുടെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. നോമിനീസിനെ വെച്ചാൽ മതി, അവർക്ക് ചെയ്യാം. അവർക്കത് ആവശ്യമില്ല, അവർക്ക് പൈസ വേണമെന്ന് വെച്ചാൽ അവർക്ക് ഉടനെ തന്നെ ചെയ്യാമല്ലോ. അതേമാതിരി ഇപ്പോൾ നാളെ ഞാൻ പേപ്പർ വാങ്ങിച്ചു, ഒരു 500 LNT ഷെയർ ഒരാൾ വാങ്ങിച്ചു വെച്ചു. അയാൾ മരിച്ചു. അയാൾ മരിച്ചു പോയിട്ട് അയാളുടെ മക്കളോ അവരുടെ
അതെ, അവർക്കത് അവരുടെ പേരിലാക്കാനായിട്ട് അവർ അതിൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്ത് അവരുടെ പേരിലാക്കി വന്നപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കിട്ടിയത്. അത് ഈ നോർത്തിലൊക്കെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മളുടെ അവിടെ പറമ്പ് നമ്മൾ എഴുതി വയ്ക്കുന്ന പോലെ ഷെയർസിൽ എഴുതി വയ്ക്കുന്നത് ഈ പ്രോപ്പർ ഇതായിട്ട്, അത് സ്റ്റാമ്പ് പേപ്പറിൽ അവർ ഇത്ര അതിൻ്റെ ആ കണക്ക് വെച്ചിട്ട് അവരത് ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ അത്ര എളുപ്പമല്ല അത്. ഇതിലങ്ങനത്തെ ഒരു തട്ടിപ്പിൻ്റെ ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. പണ്ടൊക്കെ ചില തട്ടിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു ഇതില്ല. ഇപ്പം ഈ ഡെപ്പോസിറ്ററി അക്കൗണ്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് തന്നെ എളുപ്പമല്ലേ. ഒരു അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് ചെയ്യാമല്ലോ. ഇത്ര എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു സംവിധാനം ഏതാ ഉള്ളത്? അല്ല, ഞാൻ ഫണ്ടമെൻ്റലി സ്ട്രോങ് ഷെയർസ് വാങ്ങിക്കുന്ന ആ ഒരു രീതി എന്തായാലും കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ സ്വിങ് ട്രേഡായിരിക്കും കുറച്ചും കൂടെ. പക്ഷേ ഒരു ത്രില്ലിന് വേണ്ടി ഇടയ്ക്കൊരു ഓപ്ഷനും ചെയ്യണം എന്നുള്ള ഒരിതുണ്ട്. ഞാൻ കുറച്ച് നാളൊന്ന് മാറി നിന്നിരുന്നു ഓപ്ഷനിൽ നിന്ന്. പക്ഷേ എനിക്കിപ്പോൾ ഒരു ചെറിയൊരിതുണ്ട്, ഒന്ന് ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് നോക്കണം, കുറച്ചും കൂടെ ഒന്ന് അത് പ്രോപ്പറായിട്ട് നമ്മളുടെ ആ ഒരു ലെവലിൽ ചെയ്യണം എന്നുണ്ട്. അതാണിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുക എന്നുള്ളത് പ്രധാനം. പിന്നെ നമ്മൾ ഈ ഷെയർ വാങ്ങിക്കുന്ന ആ ഒരു രീതി, നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഏറ്റവും കൂടിയ വിലയിൽ പോയി വാങ്ങിക്കാതിരിക്കാമല്ലോ, അത് ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ട സമയം ഏതാണെന്ന് നമ്മൾ പേപ്പറും ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. മാർക്കറ്റ് എങ്ങനെയാണ് നിൽക്കുന്നത്, ഏത് രീതിയിലാണ് പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തായാലും കുറഞ്ഞൊരു സാധനം വാങ്ങിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് വില കൂടും. വില കൂടണമെന്നുണ്ടെങ്കിൽ നല്ല ഷെയർസ് വാങ്ങിക്കണം. നമ്മൾ ഫണ്ടമെൻ്റലി ആയിട്ടുള്ള നല്ല ഷെയർസ് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളാണെങ്കിലൊക്കെ ഒരു നിലയ്ക്കും അതിൽ നഷ്ടം വരുന്നില്ല. ശരിക്കും അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പഠിക്കണം. അത് പ്രോഫിറ്റബിൾ ആണോ, ഈ കമ്പനി എങ്ങനെയുണ്ട്, അത് പഠിക്കണം. അല്ല, അതിലെനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു പെർസെൻറ്റേജ് നമ്മൾക്ക് കണക്കാക്കാമല്ലോ. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ എത്ര പെർസെൻറ്റേജ് വരെ പോയിട്ടാണ് ഈ ക്വിറ്റ് ചെയ്യാൻ നിൽക്കണമെന്നുള്ളത് ആദ്യം നോക്കണം. നമ്മളൊരു ചെറിയൊരു ഫോൾ വരുമ്പോഴേക്കും പൈസ പോയി, നമ്മൾക്ക് അതിൽ ലാഭം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി പോവുകയാണ്. ഇതിപ്പോൾ അതാണ് ഇപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്നത്. ചെറിയ വിലയ്ക്ക് വാങ്ങിക്കാതെ വലിയ വിലയ്ക്ക് പോയി വാങ്ങിച്ചിട്ട് ആ സാധനം താഴത്തേക്ക് പോകുമ്പോൾ ഉള്ള പൈസ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ ചെയ്യാനുള്ള ഇതാണ് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ അതിൽ കുറച്ചും കൂടെ ഫണ്ട് ഇറക്കാൻ പറ്റുമെന്ന് നോക്കുക. നമ്മൾ ആവറേജ് ചെയ്താൽ ശരിയാവുന്ന കമ്പനിയാണോ എന്ന് പഠിക്കുക. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ വിലയാണെങ്കിലും നമ്മൾക്ക് ചെറിയ വിലയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾക്കത് അപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ വില കുറച്ചും കൂടെ ഒന്ന് ആവറേജ് ചെയ്യാൻ പറ്റുമല്ലോ. ആവറേജ് ചെയ്താൽ നമ്മൾക്ക് കുറച്ചും കൂടെ നന്നാവാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അത് എത്ര വരെ പോകണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മില്യൺ ഡോട്ട്സ് ഭയങ്കര കോപ്പറേറ്റീവാണ്. ഞാനതാണ് ആദ്യം തന്നെ അവിടെ വന്നിട്ട് തന്നെയാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ കാരണം വെറുതെ കേട്ടറിവ് വെച്ച് മാത്രം കൊണ്ട് ഇത് ചേരണ്ട എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. ഇവിടുന്ന് കോഴിക്കോട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവർക്ക്. പക്ഷേ എനിക്ക് പിന്നെ ഡ്രൈവിങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അഗ്രസീവായിട്ടൊക്കെ പോകും. ഞാൻ ഇടയ്ക്ക് വൈഫൊക്കെ ആയിട്ട് മറ്റേ ചെന്നൈയിലും അതുപോലെ ആന്ധ്രയിലൊക്കെ പോകും. അത് ഡ്രൈവ് ചെയ്ത് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ വന്ന് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കി അത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാനതിൽ ജോയിൻ ചെയ്യുന്നത്. അതിന് ശേഷം ഓരോ ക്ലാസ്സുകളായാലും അവിടുത്തെ അപ്രോച്ചും അതേപോലെ അതിനോട് കൂടെ നമ്മൾക്ക് ട്രേഡ് ചെയ്യുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അവരതിന് വേണ്ടിയിട്ട് നമ്മൾക്കറിയാത്ത കാര്യം എത്ര തവണ ചോദിച്ചാലും അവർ പറഞ്ഞു തരാൻ ഒരു വിഷമവുമില്ല, മടിയില്ല. അവിടെയുള്ള എല്ലാ സ്റ്റാഫും ആ കാര്യത്തിലൊരു ബുദ്ധിമുട്ടുമില്ല. മില്യൺ ഡോട്ട്സ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇനിയും ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്ന ആ ഒരു കാര്യം, ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങളത് കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം എന്നും കൂടെ എനിക്ക് പറയാനുണ്ട്. എത്താനുണ്ട്. അത് ഈ സ്കൂളിലെ കുട്ടികളെ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് ഒരു 10 കുട്ടികളെങ്കിലും അതിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ സംസാരിക്കും, അവരുടെ ഫാമിലിയിൽ സംസാരിക്കുന്നത് കൂടാതെ ഈ ഒരു കമ്പനികളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ അവർ പഠിക്കുകയല്ലേ. അവർക്കൊരു പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഇത് കിട്ടുമല്ലോ.
അത് വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല പിന്നെ നമ്മുടെ അമൃത മാമിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാമല്ലോ. ഇപ്പോൾ പരിചയം എന്നേക്കാൾ കൂടുതൽ ഡെയിലി ക്ലാസ് ഡെയിലി ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഷെയ്ത വൈഫ് ചോദിക്കും, ഇന്ന് ട്രെയിൻ എടുത്തോന്ന് ചോദിച്ചില്ലല്ലോ അമൃത, ചോദിച്ചില്ലല്ലോ അത് ചോദിക്കും. അല്ല ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയണ കേൾക്കാമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഞാനും ഇരിക്കും അവിടെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ കേൾക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയും, ഇന്ന് കട പേര് പറയണ കേട്ടില്ല, ഇന്ന് എടുത്തില്ലേ, അങ്ങനത്തെ ഡിസ്കഷനൊക്കെ ഉണ്ടാവാറുണ്ട്. കഴിയുമ്പോൾ അങ്ങനെ ഓരോത് പറയും.